ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് നമ്മൾ പഠിച്ച പാഠഭാഗം മറന്നു. ഏതായിരുന്നു നമ്മൾ പഠിച്ച യൂണിറ്റ്? ഏതായിരുന്നു? അതെ, ചരിത്രത്തിലേക്ക്. ദറ്റ് ഈസ് എ റോഡ് ടു ഹിസ്റ്ററി. ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എന്നാണ്? നമ്മുടെ ഇൻഡിപെൻഡൻസ് ഇയർ എന്നാണ്? ഓക്കെ, അതാ പറഞ്ഞു, 1947, അതായത് 1947. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം എന്നാണ്? ദ ഫോർമേഷൻ ഓഫ് അവർ കേരള സ്റ്റേറ്റ്. അതാരോ പറഞ്ഞു? 1956, അതായത് 1956. വെരി ഗുഡ്. നെക്സ്റ്റ്, നമ്മുടെ ഗാന്ധിജി എന്നാണ് സാൾട്ട് സത്യാഗ്രഹം അഥവാ ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം? നിങ്ങൾക്കറിയാം, ഫ്രീഡം സ്ട്രഗിൾ സമയത്ത്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന കാലത്ത് ഗാന്ധിജി ഒത്തിരി സമരങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ എന്നേക്കുമായി ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി ധാരാളം സമരങ്ങൾ നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് സാൾട്ട് സത്യാഗ്രഹം അഥവാ ഉപ്പ് സത്യാഗ്രഹം. അത് ഏത് വർഷമാണെന്ന് അറിയോ? ഓക്കെ, അവിടെ ആരോ പറഞ്ഞു 1930, 1930. അപ്പോൾ ഈ 3 വർഷത്തെ ബേസ് ചെയ്ത് ടീച്ചർ ഒരു പ്രവർത്തനം തരികയാണ്. ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് വാസ് ദി ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള പിറവി? പറയാമോ? അപ്പോൾ അതൊന്ന് കണക്കാക്കണ ശേഷം. ഓക്കെ, 1947 തൊട്ട് എന്ത് ചെയ്യണം? കേരളം ഫോം ചെയ്ത്, അതായത് 1956 വരെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വർഷമാകും? അതെ, 9 ഇയേഴ്സ്, അതായത് 9 വർഷങ്ങൾ. എങ്കിൽ ഇനി അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷത്തിന് മുൻപാണ് ഉപ്പ് സത്യാഗ്രഹം? ടീച്ചർ ഇവിടെ ഇട്ട ഫോർമാറ്റ് ഒന്ന് നോക്കിയേ. ഓക്കെ, അത് ആരോ പറഞ്ഞു എത്ര വർഷം? 17 വർഷം. അപ്പോൾ ഇവിടെ ബിഫോർ ആഫ്റ്റർ എന്ന 2 ആശയം നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രധാനമാണ്. ഇവിടെ നമ്മൾ ഇതിനെ കാലഗണന എന്നാണ് പറയുന്നത്, അതായത് ക്രോണോളജി. ദ ക്രോണോളജി ഈസ് മെഷേർഡ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അല്ലേ? ഇവിടെ കാലഗണന നമ്മൾ മെഷർ ചെയ്തത് ഏതിന് ബേസ്ഡാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. എങ്കിൽ ക്രിസ്ത്യൻ ഈറ ഈസ് ദി കോമൺ സ്കെയിൽ ഓഫ് ദി മെഷർ ആൾ ഓവർ ദ വേൾഡ്. യേശുക്രിസ്തു ജനിച്ച കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പീരീഡിനെ AD എന്നും BC എന്നും തരംതിരിക്കാം. ഈ AD എന്താണ് സൂചിപ്പിക്കുന്നത് അറിയാമോ? ഈ AD അന്നോ ഡൊമിനി, ഇറ്റ് ഈസ് എ ലാറ്റിൻ വേർഡ്, മീൻസ് ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ്, അതായത് യേശുക്രിസ്തു ജനിച്ച വർഷത്തിൽ. ഈ ADക്ക് തന്നെ നമുക്ക് മറ്റൊരു പേരും പറയാം, CE, ദാറ്റ് മീൻസ് കോമൺ ഇയർ. അതേപോലെ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം BC. ഈ BC തന്നെ നമുക്ക് BC എന്ന് പറയാം, ബിഫോർ കോമൺ ഇയർ. അപ്പോൾ AD, CE, അതേപോലെ BC, ബിഫോർ കോമൺ ഇയർ എന്ന് യഥാക്രമമായി നമുക്ക് പറയാൻ കഴിയും.
ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് AD-BC എന്ന ക്രോണോളജി അഥവാ കാലഗണന അനുസരിച്ചാണ് നമ്മൾ ചരിത്രത്തിൻ്റെ വസ്തുതകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, വേർതിരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാലയ ചരിത്രം എഴുതുമ്പോൾ നിങ്ങൾ വർഷങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ വർഷത്തിനോട് AD എന്ന കാലഗണനയും കൂടെ വയ്ക്കുമ്പോൾ നിങ്ങൾ എഴുതിയ ആ ചരിത്രരേഖയ്ക്ക് നല്ല ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും. അപ്പോൾ AD-BC ഇവ നമ്മുടെ ചരിത്രം എഴുതാനും, അതായത് ചരിത്ര രചനയ്ക്ക് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന സ്ലൈഡ് നോക്കുകയാണെങ്കിൽ താഴെ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. ആ ഗ്രാഫിൽ ആ 1 തൊട്ട് 100, 200, 300 ഇങ്ങനെ വർഷത്തിൻ്റെ തോത് കൊടുത്തിരിക്കുന്നു അല്ലേ. അതായത് യേശു ജനിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ 1 തൊട്ട് AD ആയിട്ട് ഈ വർഷം ഇങ്ങനെ കൂടി വരികയാണ്. ദാറ്റ് ഈസ് ദ അസെൻഡിങ് ഓർഡറായിട്ട്. അതേസമയം അടുത്ത ഗ്രാഫ് നോക്കിയേ, അതിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, 100 ഇങ്ങനെ കുറഞ്ഞ് വരുന്നൊരു അവസ്ഥ. അപ്പോൾ ഇത് ഡിസെൻഡിങ് ഓർഡറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്, AD-BC ചരിത്ര രചനയിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു. ഇനി നമുക്ക് നൂറ്റാണ്ട് എന്ന ആശയത്തിലോട്ട് പോകാം. അതായത് സെഞ്ച്വറി എന്ന പേര് കേട്ടപ്പോൾ ചിലർക്ക് ചിരി വരുന്നുണ്ടല്ലേ. ക്രിക്കറ്റിലേക്ക് 100 റൺസ് എടുക്കുമ്പോൾ സെഞ്ച്വറി എന്ന് പറയാറുണ്ടല്ലേ അല്ലേ. അതെ. അപ്പോൾ സെഞ്ച്വറി എന്ന് പറയുമ്പോൾ 100 വർഷം കൂടിച്ചേരുന്നതിനെയാണ് നൂറ്റാണ്ട് അഥവാ സെഞ്ച്വറി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ പോകാം. ഇവിടെ നോക്കൂ, 1 തൊട്ട് 100 വരെ, 1 തൊട്ട് 100 വരെ, ഇതിന് നമുക്ക് ഫസ്റ്റ് സെഞ്ച്വറി എന്ന് പറയാം, 1-ാം നൂറ്റാണ്ട്. ഇനി അടുത്ത് 101 തൊട്ട് 200 വരെ 2-ാം നൂറ്റാണ്ട്, സെക്കൻഡ് സെഞ്ച്വറി. അടുത്ത് 201 തൊട്ട് 300 വരെ 3-ാം നൂറ്റാണ്ട്. അപ്പോൾ ഇങ്ങനെ നൂറ്റാണ്ടുകൾ ഈ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാലം അഥവാ നൂറ്റാണ്ട് കണക്കാക്കാം. ചില കൂട്ടുകാർക്ക് കാലം കണക്കാക്കാൻ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. കാലം കണക്കാക്കുന്നതിന് ഒരു എളുപ്പ വഴി നമുക്ക് പരിചയപ്പെടാം. ആയിരത്തി 1985 ഏത് നൂറ്റാണ്ടിലാണെന്ന് കൂട്ടുകാർക്ക് പറയാമോ? ഉത്തരം കണ്ടെത്തുന്നതിനായി അവസാനത്തെ 2 ഡിജിറ്റുകൾ കൈകൊണ്ട് മറിക്കുക. അതിനുശേഷം 1 കൂട്ടുക. ഉത്തരം 20 എന്ന് കിട്ടും. അതായത് 20-ാം നൂറ്റാണ്ട്. ഇതുപോലെ 475 BC ഏത് നൂറ്റാണ്ട് എന്ന് കണ്ടെത്താമോ? ഇതിനായി അവസാനത്തെ 2 ഡിജിറ്റുകൾ കൈകൊണ്ട് മറിക്കുക. അതിനുശേഷം 1 കൂട്ടുക. ഉത്തരം 5 എന്ന് കിട്ടും. അതായത് 5-ാം നൂറ്റാണ്ട്. BC 7-ാം നൂറ്റാണ്ടാണെങ്കിലോ? ഇതിനായി അവിടെയുള്ള 1 ഡിജിറ്റ് കൈകൊണ്ട് മറിക്കുകയും 1 കൂട്ടുകയും ചെയ്യുക. അതായത് 0 + 1 1-ാം നൂറ്റാണ്ട് എന്ന് കിട്ടും. ഇങ്ങനെ നൂറ്റാണ്ടുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ജനിച്ച വർഷം ഏതാണ്? ഇതേ 2010, 5-ാം ക്ലാസ്സിലെ കുട്ടി അല്ലേ. അപ്പോൾ 2009, 2010. ഓക്കെ. എങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജനിച്ചതെന്ന് പറയാമോ? ആദ്യത്തെ 2 സംഖ്യകൾ മാറ്റി വെച്ചിട്ട് ആ 20ൻ്റെ കൂടെ 1 കൂട്ടുക.
അപ്പോൾ എത്ര? 21. അതെ, അപ്പോൾ നിങ്ങളെല്ലാവരും കഴിയുന്നത്, നമ്മളെല്ലാവരും കഴിയുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 21-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചരിത്ര രചനയിൽ വർഷം അഥവാ സെഞ്ചുറിയായി. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും 20th century, 12th century. അപ്പോൾ ഈ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അതിൻ്റെ വർഷവും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് AD 243 എന്ന് പറഞ്ഞാലും BC 243 എന്ന് പറഞ്ഞാലും സെഞ്ചുറി കണക്കാക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചരിത്ര രചനയിൽ വർഷങ്ങളും അതായത് ഈ സെഞ്ചുറി ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതായത് നമ്മുടെ ഈ ചരിത്ര രചനയിലൊക്കെ, നിങ്ങൾ രചിച്ച ചരിത്ര രചനയിലൊക്കെ ഈ വർഷങ്ങൾ ഈ രീതിയിൽ, ഇപ്പോൾ AD, സെഞ്ചുറി എന്ന രീതിയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മെ സഹായിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ വീട്ടിലുണ്ട്. എന്താണെന്ന് പറയാമോ? കലണ്ടർ. കലണ്ടർ എല്ലാ വീടുകളിലും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കലണ്ടർ എടുത്തു വച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കലണ്ടർ വിശേഷങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കലണ്ടറിൽ ഏതൊക്കെ വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഒന്ന് എഴുതി നോക്കൂ. കാരണം നിങ്ങളത് എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ ആ വലിയ സംഖ്യയുടെ മുകളിൽ ഈ വർഷങ്ങളുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എഴുതിയായിരുന്നോ? ഓക്കെ, എങ്കിൽ ടീച്ചർ ഇവിടെ ഒരു സ്ലൈഡ് ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഒന്ന് നോക്കിയേ. ആദ്യം എഴുതി ക്രിസ്തുവർഷം, പിന്നെ കൊല്ലവർഷം. അത് ആ കലണ്ടറിൽ എവിടെ കിടക്കും നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ ടോപ്പിലായിട്ട്, അതായത് നമ്മൾ ആ വലിയ അക്കത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടു. അപ്പോൾ ഈ കൊല്ലവർഷത്തിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റ് ഒരു മലയാളം ഈറ, അതായത് കൊല്ലവർഷത്തിൻ്റെ ഇംഗ്ലീഷ് നെയിമായിട്ട് നമുക്ക് മലയാളം ഈറ എന്ന് പറയാം. നെക്സ്റ്റ് അതിൻ്റെ ഇടത് സൈഡ് നോക്കിയേ. ആദ്യം അവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ മുകളിൽ ശകവർഷം, ശക ഈറ. നെക്സ്റ്റ് കുറച്ചുകൂടെ താഴെയായിട്ട് ഹിജറ വർഷം ഓർ ദ ഹിജറ ഈറ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും അല്ലേ? ഒന്നുകൂടെ നമുക്ക് പോകാം. ക്രിസ്തുവർഷം, കൊല്ലവർഷം, ശകവർഷം, ഹിജറ വർഷം. ഇനി ഈ ഓരോ വർഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ കലണ്ടറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയോ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പോവാം. അതായത് ഈ കൊല്ലവർഷം, അതായത് കൊല്ലവും വർഷവും അല്ല രണ്ടും ഒരേപോലെ ഇരിക്കുന്നു. ഈ ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത് കൊല്ലം എന്ന സ്ഥലനാമവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നതെന്നാണ് പറയുന്നത്. പണ്ട് AD 825 രാജശേഖര വർമ്മ എന്ന രാജാവാണ് ഇതിന് രൂപകൽപ്പന ചെയ്തതെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇതിന് മലയാള വർഷമൊന്നും പറയുന്നുണ്ട്. കാരണം മലയാള മാസം പലപ്പോഴും നമുക്കറിയത്തില്ല അല്ല. ഇംഗ്ലീഷ് കലണ്ടറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അതിൽ 12 മാസവും നിങ്ങൾക്കറിയാം. അറിഞ്ഞൂടെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അറിഞ്ഞുകൂടാത്ത ചിലരൊക്കെ ഉണ്ടല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, എങ്കിൽ എൻ്റെ ചോദ്യം മറ്റൊന്ന്, മലയാള മാസം ഒന്ന് പറഞ്ഞു നോക്കിയേ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇവിടുത്തെ ടീച്ചർ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ പറഞ്ഞു ഈ കലണ്ടർ ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെ നിങ്ങളുടെ ഇടതുവശത്ത് മുകളിലായിട്ടൊന്ന് നോക്കിയേ. ശകവർഷം നിങ്ങൾ എഴുതിയതിലുണ്ട്. ഈ ശകവർഷം വന്ന ഒരു ചരിത്രം കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് AD 78 ഈ ശകവർഷ കലണ്ടർ രൂപകൽപ്പന ചെയ്തത്. അതായത് കുശാൻ രാജവംശത്തിലെ കനിഷ്കൻ എന്ന രാജാവാണ് ഇത് രൂപകൽപ്പന ചെയ്തതെന്ന് പറയുന്നു. അവിടെ നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ വർഷം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? 1942. പിന്നെ അതിൽ വരുന്ന മാസങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ മാസങ്ങൾ ഇവിടെ ടീച്ചർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആ 12 മാസങ്ങൾ അതൊന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചൈത്ര എന്ന മാസം തൊട്ടാണ് അത് തുടങ്ങുന്നത് അല്ലേ? ആ വർഷം നോക്കി 1942. ഈ കലണ്ടർ ഇന്ന് ദേശീയ കലണ്ടറായിട്ട് ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ കണ്ടു കാണും ഹിജ്റ ഈറ അല്ലേ? ഇതൊരു ഇസ്ലാമിക് കലണ്ടറാണ്, ഇസ്ലാമിക് വർഷമാണ്. അതിൽ വരുന്ന മാസങ്ങളൊക്കെ അറബി മാസങ്ങളാണ്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ വർഷം കണ്ടോ നിങ്ങൾ? 1441 1441. ഇതിനും ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാമോ?
ഇസ്ലാമിൻ്റെ മതനേതാവായ മുഹമ്മദ് നബി മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. ഈ വർഷം കണക്കാക്കിയാണ് ഹിജറ വർഷം കണക്കാക്കുന്നത്. അതായത് AD 622. അതിലും 12 മാസങ്ങളുണ്ട്. അത് ടീച്ചർ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ മാസങ്ങളും ഈ വർഷങ്ങളും ഭയങ്കര അത്ഭുതം തോന്നുന്നല്ലേ. ഇനി ഒരു കാര്യം കൂടെ, ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഇംഗ്ലീഷ് കലണ്ടറിൻ്റെ ആ ഒരു ഭാഗം നോക്കി, ഉദാഹരണം 13 എന്ന നമ്പർ, അതിൽ ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം അതിൻ്റെ തീയതികൾ എവിടെ കിടക്കുന്നു നോക്കൂ. കയ്യിലെടുത്തോ അത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഉദാഹരണം 13 എന്ന നമ്പർ, അത് ഇംഗ്ലീഷ് തീയതിയാണ്. അതിൻ്റെ തൊട്ട് താഴെ വലത്ത് കണ്ടോ, അത് മലയാള മാസത്തിൻ്റെ തീയതിയാണ്. കണ്ടല്ലോ. ഇനി ഈ മാസത്തിൻ്റെ മുകളിലൊന്ന് നോക്കിയേ, അതിൻ്റെ ഇടതു മീതെയായിട്ട് അത് ശകവർഷമാണ്. അതായത് ശകവർഷത്തിലെ മാസത്തിൻ്റെ തീയതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ, അതായത് ഇംഗ്ലീഷ് തീയതിയുടെ തൊട്ട് അടുത്ത് കിടക്കുന്നത് എന്താണ്? ഹിജറ മാസമാണ്. അപ്പോൾ ഈ കലണ്ടർ വിശേഷം എന്ന് പറയുന്നത് ഒരു നല്ല രസകരമായൊരു വിശേഷമാണ് കേട്ടോ. അത് ഉള്ളിലോട്ട് കിടന്നാൽ കലണ്ടറിൻ്റെ ആ ഒരു ചരിത്രം നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും. ചരിത്ര രചനയിൽ എന്ന് എപ്പോൾ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം നിങ്ങൾ വിദ്യാലയ ചരിത്രം തയ്യാറാക്കിയപ്പോഴൊക്കെ കണ്ടു കാണും അല്ലേ. അപ്പോൾ ഇതിന് പറ്റിയ ആൻസർ ഇത് തന്നെയാണ്, കാലഗണന മനസ്സിലാക്കുക. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ക്രോണോളജി. അപ്പോൾ ദ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെൻസ് ഗീവ് വാല്യുബിൾ ഇൻഫർമേഷൻ എബൌട്ട് റെക്കോർഡ് ആൻഡ് ലേണിംഗ് ഓഫ് ഹിസ്റ്ററി. ഈ ക്രോണോളജിക്കൽ സയൻസ്, കാലഗണനാ സയൻസ് നമുക്കുണ്ടായാൽ നമുക്ക് ചരിത്രം വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു നല്ല വ്യക്തതയോടെ ചിത്രീകരിക്കുവാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പ്രാദേശിക ചരിത്ര രചന, ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്താണത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ദ റീജിയൻ ഓഫ് ദ പാസ്റ്റ്. ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ഒരു പ്രത്യേക റീജിയനിലെ കഴിഞ്ഞകാല ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രീതിയാണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ വിദ്യാലയ ചരിത്രം എല്ലാവരും എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എല്ലാം ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല, എന്നാലും കുറച്ചൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഈ പ്രാദേശിക ചരിത്ര രചനയിലും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അതിൽ ചെയ്തതുപോലെയുള്ള പ്രോസസ്സ് തന്നെയാണ്. ഫസ്റ്റിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്തു, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലേ. രണ്ടാമത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ പ്രാദേശിക ചരിത്രത്തിൽ ഒരു വലിയൊരു പ്രദേശമായിരിക്കാം, നിങ്ങൾക്ക് എല്ലാ മേഖലകളും ടച്ച് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ധാരാളം മേഖലകളുണ്ട്. നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾക്ക് പറ്റുന്ന മേഖലകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് പണ്ടത്തെ മനുഷ്യവാസം, പണ്ടത്തെ ജനങ്ങളുടെ ജീവിത രീതി, അതായത് ഗതാഗത സൗകര്യങ്ങൾ, ആരാധനാലയങ്ങൾ, മതപരമായ കാഴ്ചപ്പാടുകൾ, അതായത് അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അല്ലെ, ആഘോഷങ്ങളും. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കൊച്ചു കുട്ടികളായ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു തുടക്കം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. കാരണം ഈ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് ഈ സാമൂഹ്യശാസ്ത്ര മേളകളിലൊക്കെ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് പോയിട്ടുണ്ട്. കാരണം ഇത് 10ാം ക്ലാസ്, ഹയർ സെക്കൻഡറി എന്നല്ല, ഇതൊരു തുടക്കമാണ്. ഇത് ഇങ്ങനെ പോവുകയാണ്. കാരണം ഓരോ സ്റ്റാൻഡേർഡിലും കുട്ടികളുടെ നിലവാരം അനുസരിച്ച് ഇതിൻ്റെ നിലവാരവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏത് മേഖലയാണ് എളുപ്പം ഇത് എഴുതുവാൻ, എന്നിട്ട് ഈ മേഖലയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യാവലി തയ്യാറാക്കുക. ഏതുപോലെ വിദ്യാലയ ചരിത്രം തയ്യാറാക്കിയപ്പോൾ നമ്മളൊരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കി. ഇനി ചോദ്യാവലി തയ്യാറാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടും? സോഴ്സ് ഓഫ് ഡേറ്റ എവിടെ നിന്നാണ് കിട്ടുക? വിവര സ്രോതസ്സുകൾ എവിടെ നിന്ന് കിട്ടും? ഓക്കെ, പലതും വാമൊഴിയായിട്ട്, ഓറൽ റെക്കോർഡ്സ്, വാമൊഴികളായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ചരിത്ര സ്മാരകങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണാൻ സാധിക്കും. പിന്നെ ചരിത്ര രേഖകൾ. ഈ ലൈബ്രറിയൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഈ ലൈബ്രറിയിലൊക്കെ
പണ്ടുള്ള ചരിത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതായത് 10, 30, 35 വർഷത്തെ പത്രങ്ങൾ വരെ സൂക്ഷിക്കുന്ന ലൈബ്രറിയുണ്ട്, മാസികകൾ. അതേപോലെ അന്ന് ആ പ്രദേശത്ത് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള റിട്ടൺ ഡോക്യുമെൻ്റൊക്കെ ഒരുപക്ഷെ ചിത്രം ഉൾപ്പെടെ നിങ്ങളുടെ ലൈബ്രറിയിൽ കാണും. അത് ആ ലൈബ്രറിയിൽ പോകുമ്പോൾ നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു അവബോധം നിങ്ങൾക്കുണ്ടാകും. അതേപോലെ തന്നെ ചരിത്രകാരന്മാർ കാണും. കാരണം ഈ റിസർച്ച് ഇതുമായിട്ട് ഇത് പഠിക്കുന്ന ആൾക്കാർ കാണും, സ്വന്തം ഈ റെക്കോർഡ്സൊക്കെ എഴുതുന്ന ആൾക്കാർ. അപ്പോൾ അവരുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. അതേപോലെ തന്നെ കലാസാഹിത്യ രൂപങ്ങൾ. കാരണം ഇപ്പോഴത്തെ ക്ഷേത്രകലകളും അനുഷ്ഠാന കലകളെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയത്തില്ല. ഇതൊന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു വിഷയം മുതിർന്ന വ്യക്തികൾ അതുമായി ബന്ധപ്പെട്ടവർ കാണാം, അല്ലെങ്കിൽ അതുമായിട്ടുള്ള പുസ്തകങ്ങളോ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കാലഗണന അനുസരിച്ച് ഇതിനെ ക്രമീകരിക്കണം. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ AD സെഞ്ച്വറി, അതേപോലെ ഈ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് കഴിയുമ്പോൾ പ്രാദേശിക ചരിത്ര രചനയുടെ റിട്ടേൺ വർക്ക് കഴിയും. അത് കഴിഞ്ഞ് നമ്മളതിനെ റിപ്പോർട്ടാക്കുന്നു. റിപ്പോർട്ടാന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വിദ്യാലയ ചരിത്രം എഴുതിയതുപോലെ തന്നെ നമ്മളതൊന്ന് ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആദ്യം നല്ലൊരു ടൈറ്റിൽ കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആമുഖം അല്ലേ, അതാ ഇൻട്രഡക്ഷൻ. നെക്സ്റ്റ് നമ്മൾ വിവരശേഖരണം കൊടുക്കുന്നു അല്ലേ, ആ നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അപഗ്രഥിക്കുന്നു, നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രവർത്തനം തന്നെ. പിന്നെ അതിന് നമ്മളൊരു നിഗമനത്തിൽ വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കണ്ടെത്തൽ, ഞാൻ എൻ്റെ പ്രദേശത്തെക്കുറിച്ച് എഴുതിയ ഈ ചരിത്ര രചനയിൽ എന്തൊക്കെയുണ്ട്, പണ്ടത്തേക്കാൾ എന്തൊക്കെ മാറി, നിങ്ങളുടെ അഭിപ്രായം എഴുതി അവസാനം അതിനൊരു അവലംബം, അതായത് നിങ്ങൾ ഏതൊക്കെ റെഫറൻസുകളാണ്, നിങ്ങൾ ഏതിലൂടെയൊക്കെയാണ് സഞ്ചരിച്ചത്, അതൊക്കെ അവസാനം നിങ്ങൾ എഴുതി ആർക്കൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം നിങ്ങളെ സഹായിച്ചു എന്ന രീതിയിലും കൂടെ എഴുതി തീരുമ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ ഘട്ടങ്ങളും കൂടി തീരുന്നു. പെട്ടെന്ന് നമുക്ക് ആശയങ്ങൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ചില പാട്ടുകളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിമുകളിലൂടെ ആയിരിക്കാം, ധാരാളം ചരിത്ര വസ്തുതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പണ്ട് ജന്മിക്കുടിയാൻ സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു. ജന്മിമാരുടെ കീഴിൽ താണജാതിക്കാർ അനുഭവിച്ച വേദന, കാരണം ഒരു മനുഷ്യനോടൊന്നും പോലെ അല്ല, ഒരു അടിമയെ പോലെ അവരെ കൊല്ലാൻ വരെ ഈ ജന്മിമാർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ആ ഒരു രീതിയിലൊരു സമ്പ്രദായമായിരുന്നു പണ്ട് കേരളപ്പിറവിക്ക് മുമ്പ്, നിങ്ങളതിൻ്റെ ഫിലിമൊക്കെ കണ്ടു കാണും, പണ്ട് നടന്നിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പാട്ട് ടീച്ചർ പാടുകയാണ്. ഓക്കെ. അത്തിന്തോ തിന്താരു തക തിന്തകത്താരാ, തകതിന്തോ തിന്താരു തക തിന്തകത്താരാ, അഴകൻ മൂപ്പൻ്റെ മോളവൾ ചീതപ്പെണ്ണ്, തമ്പ്രാൻ്റെ ശാസന കേട്ടവൾ വേലക്കിറങ്ങി, പെട്ടിട്ടോ 10-15 നാളായിട്ടുള്ളോ, ആ ചോര കുഞ്ഞിനെയും കൊണ്ടവൾ വേലക്കിറങ്ങി. അത്തിന്തോ തിന്താരോ തക തിന്തകത്താരാ, തകതിന്തോ തിന്താരോ തക തിന്തകത്താരാ, ആ ചോര കുഞ്ഞിനെ ഓലത്തടുക്കിൻ കീഴേ കീറപ്പഴം തുണി ചുറ്റി വരമ്പിൽ കിടത്തി, എന്നിട്ടവൾ പാടത്തിറങ്ങി പണിയാൻ തുടങ്ങി. എഴുന്നാൻ നേരം വന്നപ്പോൾ കുഞ്ഞു കരഞ്ഞി. അത്തിന്തോ തിന്താരോ തക തിന്തകത്താരാ, തകതിന്തോ തിന്താരോ തക തിന്തകത്താരാ, കുഞ്ഞിൻ്റെ നാവു വരണ്ടു വലഞ്ഞു കരഞ്ഞു, കുഞ്ഞിനു പാലു കൊടുക്കാൻ പെക്കോട്ടെ തമ്പ്രാ, കുഞ്ഞിനു പാലു കൊടുക്കാൻ തമ്പ്രാൻ വിടാതെ ആഞ്ഞു തള്ളി പാടത്തിലേക്ക് ചെയ്ത പെണ്ണിനെ. അത്തിന്തോ തിന്താരോ തക തിന്തകത്താരാ, തകതിന്തോ തിന്താരോ തക തിന്തകത്താരാ, അന്തി മയങ്ങിയ നേരം വേല കഴിഞ്ഞേ, പെട്ടെന്നവൾ ഓടിയെടുത്തു കുഞ്ഞിൻ്റെ ചാരേ, ഉറുമ്പരിച്ചു കിടക്കുന്ന
കുഞ്ഞിനെ കണ്ടേ മാറത്തടിച്ചു കരഞ്ഞവൾ ചീതപ്പെണ്ണ്. എൻ കുഞ്ഞേ പൊൻകുഞ്ഞേ എൻ പൊന്മണി മുത്തേ എന്നു വരും എൻ്റെ പൊന്മണി മുത്തേ എന്നു വരും എൻ്റെ പൊന്മണി മുത്തേ. നമുക്ക് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി അവലോകനം ചെയ്യാം. ഒന്നാമതായി നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, വിദ്യാലയ ചരിത്ര രചന. 2 ചരിത്രം, ചരിത്രാതീതകാലം, ചരിത്രകാലം, ഇവ എന്താണെന്ന് പഠിച്ചു അല്ലേ. മൂന്നാമതായിട്ട് ഇന്ന് അന്യം നിന്നു പോകുന്ന ചരിത്രശേഷിപ്പുകളും ഈ ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കണം ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി. അടുത്ത് 4ാമത് നമ്മൾ പഠിച്ചു AD BC നൂറ്റാണ്ട്, അതിലൊക്കെ നമ്മൾ കലണ്ടർ വിശേഷങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ ക്രോണോളജി, കാലഗണന ഏറ്റവും പ്രധാനമാണ്. ക്രോണോളജി ഈസ് എ ഇന്നവിറ്റബിൾ പാർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് റെക്കോർഡ് ഓഫ് ഹിസ്റ്ററി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാദേശിക ചരിത്ര രചനയുടെ ഘട്ടങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ 5 മൊഡ്യൂളിൽ കൂടെ നമ്മൾ കടന്നുപോയി. അതിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങളും ടീച്ചർ പറഞ്ഞു തരുന്നു. നമുക്കിതിൽ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കാനുണ്ട്. അതേപോലെ തന്നെ റിപ്പോർട്ട്, വിദ്യാലയ ചരിത്രത്തിൻ്റെ റിപ്പോർട്ട്, അതിലെ പ്രാദേശിക ചരിത്രരചന റിപ്പോർട്ടുകൾ രേഖപ്പെടുത്താനുണ്ട്. ഒരു ചരിത്ര വിദ്യാർത്ഥിയാകേണ്ട ധാരണ നിങ്ങൾക്ക് ഈ പാഠത്തിലൂടെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും രസകരമായ അടുത്ത വിഷയത്തിലോട്ട് നമുക്ക് കടന്നു ചെല്ലാം. ഓക്കെ.